നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡോക്ടർ KM പ്രഭാകര വാര്യർ എഴുതിയ ഭാഷയും ആശയവിനിമയവും എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് ആശയവിനിമയം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആശയവിനിമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക ജീവിയായ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് ആശയവിനിമയം. ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്നു മാത്രമാണ് ഭാഷ. ആംഗ്യം, ഉച്ചാരണ ശബ്ദം, സ്തോഭപ്രകടനം, ലിപികൾ എന്നിവയെല്ലാം ആശയവിനിമയത്തിന് സഹായകമായി നാം അവലംബിച്ചു വരാറുള്ള ഉപാധികളാണ്. മനുഷ്യേതര ജീവികളിലും അസമ്പുഷ്ടവും അവികസിതവുമായ ആശയവിനിമയ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. മൃഗഭാഷ എന്ന് നാം അതിനെ വിളിക്കുന്നു. ഈ മൃഗഭാഷയെക്കുറിച്ച് പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യേതര ജീവികളുടെ ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മൃഗഭാഷ എന്ന പ്രയോഗം ശരിയായ ഒന്നല്ല എന്നാണ് പ്രഭാകര വാര്യർ പറയുന്നത്. മൃഗഭാഷ മനുഷ്യഭാഷയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മനുഷ്യൻ സംസാരിക്കുന്നു, മൃഗങ്ങളുടെ ഭാഷ പല രീതിയിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആശയവിനിമയം എന്ന സങ്കല്പത്തിലെ രണ്ടു ഘടകങ്ങളാണ് ആശയം ഉത്ഭവിക്കുന്ന ഘടകവും ആശയം എത്തിച്ചേരുന്ന ഘടകവും. സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനമാണ്, കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ്. ഉത്ഭവസ്ഥാനത്ത് നിന്ന് സന്ദേശം പ്രാപ്യസ്ഥാനത്തെത്തുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ആശയവിനിമയം നടക്കുന്നു. സന്ദേശം അമൂർത്തമായ പ്രതിഭാസമായതുകൊണ്ട് ഉത്ഭവ കേന്ദ്രത്തിനും പ്രാപ്യ കേന്ദ്രത്തിനും ഇടയിലായി ഒരു മാധ്യമം ആവശ്യമാണ്. ഈ മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമത്തെ സഞ്ചാരപഥം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷ വായുവാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റാം. കൃത്രിമമായി ഉണ്ടാക്കിയ ലോഹ കമ്പിയാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ വൈദ്യുത വീചികളായി രൂപഭേദപ്പെടുത്താം. സഞ്ചാരപഥത്തിന് അനുയോജ്യമായ വിധത്തിൽ സന്ദേശത്തിന് രൂപപരിണാമം വരുത്തിയാൽ മാത്രമേ സന്ദേശം അയക്കാൻ പറ്റൂ. ഇങ്ങനെ രൂപഭേദം ചെയ്യുന്നതിന് സങ്കേതനം എന്നും ആ കർമ്മത്തിന് ഉത്തരവാദപ്പെട്ട ഘടകത്തെ പ്രേഷകം എന്നും പറയാം. രൂപാന്തരപ്പെടുത്തിയ സന്ദേശത്തെ കോഡ് എന്ന് പറയുന്നു. സന്ദേശമല്ല, അതിൻ്റെ സങ്കേത ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത്. ഭാഷണത്തിൽ സഞ്ചാരപഥം വായുവാണ്. അതുകൊണ്ട് ആശയത്തെ ശബ്ദബീജികളാക്കി മാറ്റുന്നു. ഈ കർമ്മം നിർവഹിക്കുന്നത് വക്താവിൻ്റെ ഉച്ചാരണ അവയവമാണ്. പ്രേഷകമായ ഉച്ചാരണ അവയവങ്ങൾ ആശയത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നു. ഈ അന്തരീക്ഷ വായുവിലൂടെ ശ്രോതാവിൽ ചെന്നെത്തുന്ന ശബ്ദതരംഗങ്ങൾ ശ്രോതാവിൻ്റെ ചെവിയിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ചെവിയുടെ ഫലകത്തിൽ നിന്ന് ശ്രോതാവിൻ്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ആദായിയുടെ പ്രവൃത്തി ചെയ്യുന്നു. അതായത് ശബ്ദബീജികളെ വീണ്ടും ആശയങ്ങളാക്കി മാറ്റുന്നു. വാചിക വൃത്തിയിൽ, അതായത് പറച്ചിലിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ദൂരശ്രവണി, പ്രക്ഷേപണി മുതലായ യാന്ത്രിക ഉപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങൾ എല്ലാം ഉണ്ട്. പ്രേഷകം, ആദായി എന്നിവയുടെ പ്രവർത്തികൾ നിർവഹിക്കാൻ പ്രത്യേക യാന്ത്രിക ഘടകങ്ങളും ഇവയിലുണ്ടാകും. വരമൊഴിയിൽ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും എഴുതുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്രേഷകവും ലിപികൾ സങ്കേതങ്ങളും ആയിരിക്കും. കടലാസിന്റെ സ്ഥിരത എന്ന ധർമ്മത്തെ സഞ്ചാരപഥമെന്ന് പറയാം. വായിക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികൾ ആദായിയും വായിക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ്. പുക കണ്ടാൽ തീയുണ്ടെന്ന സന്ദേശമാണെന്നും പ്രഭാതം എത്തിയെന്ന സന്ദേശമാണ് കോഴി കൂവലെന്നും കണ്ണിലെ കലക്കം ഉറക്കമില്ലായ്മയോ അസുഖമോ ദേഷ്യം പിടിച്ചതിൻ്റെ ലക്ഷണമോ ആയ സന്ദേശമോ ആണെന്ന നിരീക്ഷണം ശരിയല്ല എന്ന നിഗമനമാണ് പ്രഭാകര വാര്യർക്ക് ഉള്ളത്. ഇവ തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ്, അല്ലാതെ വ്യവസ്ഥാപിതമല്ല, സ്ഥിരമല്ല. അതുകൊണ്ട് ആശയവിനിമയം എന്ന പ്രക്രിയയിൽ അത് ഉൾപ്പെടുന്നില്ല. ഭാഷാശാസ്ത്രത്തിൽ സങ്കേത ചിഹ്നങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനമാണ് കാണുന്നത്. സങ്കേത ചിഹ്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള മാത്രകളെ വേർതിരിച്ചു കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളത് എന്ന് വ്യക്തമാക്കുകയുമാണ് ഭാഷാശാസ്ത്ര അപഗ്രഥനത്തിൽ ചെയ്യുന്നത്.
സ്വനമാത്രകൾ രൂപമാത്രകളായി വികസിക്കുകയും രൂപമാത്രകൾ വാക്യഘടനയിൽ ഇണങ്ങിച്ചേരുന്നത് ഏതെല്ലാം വിധത്തിലാണെന്നും ഭാഷാശാസ്ത്ര പഠനത്തിലൂടെ മനസ്സിലാക്കാം. വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും സങ്കേതന വിസങ്കേതന വൃത്തികളെ ഭാഷാശാസ്ത്രം കണക്കിലെടുക്കുന്നില്ല. മനോഭാഷ വിജ്ഞാനത്തിലാകട്ടെ മറ്റെല്ലാ മാനുഷിക വൃത്തികളെയും എന്ന പോലെ ഭാഷാവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിന്റെ ലക്ഷ്യം. മനഃശാസ്ത്രത്തിന്റെയും ഭാഷാശാസ്ത്രത്തിന്റെയും സങ്കലനത്തിൽ നിന്നാണിത് രൂപം കൊണ്ടിട്ടുള്ളത്. ഭാഷോൽപാദനത്തിന് നിദാനമായ മാനസിക വൃത്തികൾക്ക് മനോഭാഷാ വിജ്ഞാനത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. വൃത്താന്ത സിദ്ധാന്തം എന്ന പുതിയ പഠനമാർഗവും ഭാഷാ പഠനത്തോടനുബന്ധിച്ച് വളർന്നു വന്നിട്ടുണ്ട്. സന്ദേശത്തെ ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കുവാൻ ഏതെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായി അന്വേഷിക്കുന്നത്. കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയകൾ നടത്തുക. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യ ഇടപെടൽ മൂലം വ്യതിയാനം ഉണ്ടാകാതെ നോക്കുക. വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിണാമ നിർണയവും ഈ സിദ്ധാന്തത്തിന്റെ പരിഗണനയിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ഭാഷകൾ, യാന്ത്രിക പരിഭാഷ എന്നീ മേഖലകളിൽ വൃത്താന്ത സിദ്ധാന്തത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അംഗവിക്ഷേപശാസ്ത്രം ഭാഷേതരമായ ആശയവിനിമയ ഉപാധിയാണ്. അംഗചലനം മൂലമാണ് ഇതിൽ ആശയവിനിമയം നടത്തുന്നത്.